നമസ്കാരം. തേയില എന്ന സസ്യത്തെയാണ് ഇവിടെ വിശദമായി ചർച്ച ചെയ്യുന്നത്. ലോകം മുഴുവൻ കീഴടക്കിയ ഒരു മഹാസംഭവമാണ് തേയില. വ്യാവസായിക മൂല്യവും ഔഷധ ഗുണവും ഉത്തേജകവും പാർശ്വഫലങ്ങളും വ്യാജ പ്രചാരണങ്ങളും എല്ലാം തിങ്ങിക്കിടക്കുന്ന ഒരു സസ്യമാണ് തേയില. തേയില വ്യാവസായിക അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന ഒരു സസ്യമാണ്. ഇന്ത്യയിൽ വിനോദസഞ്ചാരം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യവസായമാണ് തേയില കൃഷി. ഇന്ത്യൻ തേയിലയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. തേയില അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ദ്രവ്യമാണ്. എല്ലാ ചെടികളും തിന്നുന്ന ആട് മുതലായ ഒരു ജീവികളും തേയില തിന്നുന്നില്ല എന്നത് ചിന്തനീയമായ ഒരു കാര്യമാണ്. തണുപ്പ് രാജ്യങ്ങളിൽ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാനീയമാണ് തേയില. ഇത് ഉഷ്ണമേഖലാ പ്രദേശമായ ഭാരതത്തിന് അത്ര അനുയോജ്യമായ ഒരു പാനീയമല്ല. ഭാരതത്തിൽ വ്യാപകമായ ചായയുടെ ഉപയോഗം പലർക്കും ദോഷകരമാവുന്നുണ്ട്. മെയ് 21-ാം തീയതി അന്തർദേശീയ തേയില ദിനമായി ആചരിക്കുവാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിട്ടുണ്ട്. വിപണിയിൽ 4 തരം തേയിലയുണ്ട്. ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, ഉലോങ് ടീ എന്നിങ്ങനെയാണവ. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള തേയിലയാണ് ഉലോങ് ടീ. ഇതിന് പഴച്ചാറിന്റെ സുഗന്ധമാണുള്ളത്. ഇത് കിലോയ്ക്ക് ഏതാണ്ട് $3000 വില വരുന്നതാണ്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ദേശീയ പാനീയമാണ് തേയില. തേയില ഉപയോഗിക്കുന്ന ആളോഹരി അളവ് ഏറ്റവും കൂടുതൽ അയർലൻഡിലും തൊട്ടടുത്ത് ബ്രിട്ടനുമാണ്. ചൈനയിലാണ് തേയില ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം. അടുത്തത് ഇന്ത്യയാണ്. തിയേസി കുടുംബത്തിലെ കമേലിയ ജനുസിലെ സൈനൻസിസ് എന്ന ഇനമാണ് തേയില. ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം കമേലിയ സൈനൻസിസ് എന്നുള്ളതാണ്. മലയാളത്തിൽ തേയില ചായ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ടീ പ്ലാന്റ് എന്നൊക്കെയാണ് അറിയപ്പെടുക. സംസ്കൃതത്തിൽ ഇതിനെ ചാഹ, ചാവിക എന്നൊക്കെ അറിയപ്പെടുന്നു. ഹിന്ദി ഭാഷയിൽ ഇതിന് ചായ, ചാ എന്നൊക്കെ അറിയപ്പെടുന്നു. തെലുങ്ക് ഭാഷയിൽ ഇതിനെ തെയാക്കു എന്നാണ് പറയുക. തമിഴ് ഭാഷയിൽ ഇതിനെ കറുപ്പു എന്നും തേയിലൈ എന്നും പറയുന്നുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയിലെ കേരളം, ആസാം, ബംഗാൾ, ഡാർജിലിംഗ് എന്നിവിടങ്ങളിലാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ വയനാട്, ദേവികുളം, മൂന്നാർ, നീലഗിരി, പൊന്മുടി എന്നിവിടങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. വനവൃക്ഷമായതുകൊണ്ട് കാടിന് സമാനമായ പരിതസ്ഥിതിയിൽ അഥവാ തണുപ്പ് പ്രദേശങ്ങളിലാണ് ഇത് നന്നായി വളരുന്നത്. വർഷത്തിൽ ഏതാണ്ട് എല്ലാ സമയത്തും മഴ ലഭിക്കുന്നത് തേയിലച്ചെടിക്ക് വളരെ ഗുണകരമാണ്. രൂപകരണം നോക്കാം. തേയിലച്ചെടി ഒരു നിത്യഹരിത വനവൃക്ഷമാണ്. ആവശ്യമായ രീതിയിലുള്ള ഇല ലഭിക്കുന്നതിന് ഇതിനെ കുറ്റിച്ചെടി രൂപത്തിൽ നിലനിർത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ വെട്ടാതിരുന്നാൽ ഒരു ചെറുവൃക്ഷമായിട്ട് ഇത് വളരും. ഇലകൾ ഏകാന്തരക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുക. ഇലകൾക്ക് 5 തുടങ്ങി 30 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. പാകമെത്തിയ ഇലകൾക്ക് കടും പച്ച നിറവും കട്ടിയും ഉണ്ടാകും. പത്രകക്ഷങ്ങളിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ പൂക്കൾ ഉണ്ടാകും. പൂക്കൾ സുഗന്ധമുള്ളവയും വെള്ള നിറമുള്ളവയുമാണ്. ഫലം തവിട്ട് കലർന്ന പച്ച നിറത്തോടു കൂടിയുള്ള ക്യാപ്സ്യൂളാണ്. ഇതിൽ സാധാരണയായി 3 വിത്തുകൾ ഉണ്ടാകും. ചിലപ്പോൾ 5 വിത്തുകൾ വരെ ഉണ്ടാകാം. വിത്തിന് കടും തവിട്ട് നിറമാണ്. വിത്ത് മുഖേനയാണ് തേയിലയുടെ വംശവർധന നടക്കുക. ഇനങ്ങളെ നോക്കാം. പല ഇനങ്ങളും ഇന്ന് ലോകത്തിലെ പ്രചാരത്തിലുണ്ട്. എങ്കിലും സൈനൻസിസ് സി, അസമിക്ക എന്നിവയാണ് നമ്മുടെ നാട്ടിലെ പ്രധാന തേയില ഇനങ്ങൾ. സൈനൻസിസ് സി ഗ്രീൻ ടീയും ചൈന ബ്ലാക്ക് ടീയും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. അസമിക്ക എന്ന് പറയുന്നത് ഇന്ത്യൻ കട്ടൻ ചായ അല്ലെങ്കിൽ അസം കട്ടൻ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. പൊതുപയോഗങ്ങളെ നോക്കാം. തേയില ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കാറുണ്ട്. മുടി കറുപ്പിക്കുന്ന ഡൈ ആയി തേയില തനിച്ചും മറ്റു ചില ഔഷധങ്ങളോട് കൂടിയും ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. തുണികളിൽ കളർ കൊടുക്കാൻ തേയില ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. തേയിലയുടെ ഇലകൾക്ക് കൊതുകുകളെ തുരത്താനുള്ള ശേഷിയുണ്ട്. കുറച്ച് ഇല നനച്ചു വെച്ച് കഴിഞ്ഞാൽ കൊതുക് വരുന്നത് കുറയും. രാസഘടകങ്ങളെ നോക്കാം. തേയിലയുടെ ഇലയിൽ കഫീൻ, മഗ്നീഷ്യം, തെയോഡാനിൻ, തെയോഫിലിൻ, മിഥൈൽ ആൽക്കഹോൾ, ടാനിൻ, പലതരം തൈലങ്ങളുടെ ഘടകങ്ങൾ, ജീവകങ്ങളായ B2, B1, B6, പൊട്ടാസ്യം, മാംഗനീസ്, ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. തേയിലയിലേക്ക് സവിശേഷമായ സ്വാദ് നൽകുന്നത് തിയനിൻ എന്ന ആന്റി ഓക്സിഡന്റ് ആണ്. കുരുന്നിലയിൽ ടാനിൻ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. ടാനിന്റെ അളവാണ് തേയിലയുടെ വീര്യം നിശ്ചയിക്കുന്നത്. ഗ്രീൻ ടീയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് ഉണ്ട് എന്നുള്ള ഒരു കുപ്രചാരണം കാര്യമായിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം അതിനേക്കാൾ കൂടുതൽ ഗ്രീൻ ടീയിലുള്ളതിനേക്കാൾ 2 ഇരട്ടി ആന്റി ഓക്സിഡന്റ് ഫിൽറ്റർ കാപ്പിയിലുണ്ട്. ബ്ലാക്ക് കാപ്പിയിൽ 10 ഇരട്ടിയുണ്ട്. ഇഞ്ചിയിൽ 20 ഇരട്ടിയുണ്ട്. പുതിനയിൽ 100 ഇരട്ടിയുണ്ട്.
നെല്ലിക്കയിൽ 250 ഇരട്ടിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സാധനങ്ങൾ വേറെ ഉള്ളപ്പോൾ ഗ്രീൻ ടീയിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഔഷധ മൂല്യത്തെ നോക്കാം. തേയിലച്ചെടിയുടെ ഔഷധയോഗ്യമായ ഭാഗം ഇലയാണ്. പഴയകാല സിദ്ധവൈദ്യമോ പഴയകാല ആയുർവേദ വൈദ്യമോ തേയില ഔഷധമായി കണക്കാക്കുന്നില്ല. എന്നാൽ പാരമ്പര്യ വൈദ്യത്തിലും മുത്തശ്ശി വൈദ്യത്തിലും തേയില ഒട്ടേറെ കാര്യങ്ങൾക്ക് ഔഷധമായി തീർന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ തേയില കൊണ്ടുവന്ന ശേഷം നാട്ടുചികിത്സയിൽ വീട്ടുമുറ്റത്ത് ഒരു തേയില നട്ടുപിടിപ്പിക്കുകയും പല ചികിത്സയ്ക്കും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. തേയില പിത്തം, ഉന്മേഷം, മലബന്ധം, ഉറക്കക്കുറവ്, ഹൃദയ ദൗർബല്യം എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ്. വാദം, കഫം, വേദന, തൊണ്ടവേദന, വയർവേദന, വയറിളക്കം, തലവേദന, അമിതമായ ഉറക്കം, വിശപ്പ് എന്നിവ ശമിപ്പിക്കുന്നതാണ്. നിയന്ത്രിത മാത്രയിൽ നാഡികളെയും ഹൃദയത്തെയും ഉത്തേജിപ്പിക്കുന്നതാണ്. സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലക്ക, കുരുമുളക്, ഇഞ്ചി, ജാതിക്ക, ജാതിപത്രി, ഗ്രാമ്പു മുതലായവ ഉത്തേജകവും രക്തചംക്രമണവും വർദ്ധിപ്പിക്കുന്നതുമായ ഔഷധങ്ങൾ ചേർക്കുമ്പോഴാണ് തേയില ഉന്മേഷദായകമായി തീരുന്നത്. വയറിളക്കം തടഞ്ഞ് നിർജ്ജലീകരണം നിയന്ത്രിക്കാൻ തേയിലയ്ക്ക് പ്രത്യേകമായ ശാസ്ത്രീയമായ ഗുണമുണ്ട്. ബാക്കിയുള്ള കഴിവുകൾ ഇതിനോട് ചേർക്കുന്ന സാധനങ്ങളോട് ചേർത്ത് വന്നതാണ്. ടിബറ്റിലെ ബുദ്ധിസ്റ്റ് ചികിത്സാ രീതി വജ്രയാന സിദ്ധവൈദ്യം എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ ചുരുക്കി വജ്രവൈദ്യം എന്നും പറയാറുണ്ട്. ഈ ചികിത്സാ രീതിയിൽ ചില ഔഷധങ്ങൾക്ക് ഔഷധ ഗുണം വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പൊട്ടൻസി വർദ്ധിപ്പിക്കാവുന്ന ഔഷധങ്ങളിൽ ഒന്നാണ് തേയില. ശ്വാസരോഗങ്ങൾക്കുള്ള അലോപ്പതി മരുന്നായ മാനിനോഫിലിൻ ഉണ്ടാക്കുന്നത് തേയിലയിൽ നിന്നെടുക്കുന്ന തിയോഫിലിൻ ചേർത്താണ്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, കട്ടൻ ചായയിൽ 2-3 തുള്ളി ചെറുനാരങ്ങ നീര് ചേർത്ത് കുടിച്ചാൽ ഗ്യാസ് ട്രബിളും അതിസാരവും ശമിക്കുന്നതാണ്. 2, മലയോര പ്രദേശങ്ങളിൽ അധ്വാനമുള്ള ജോലിയിൽ ഏർപ്പെടുന്നവര് 5-6 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ച് കരിങ്ങാലി വെള്ളം പോലെ കുടിക്കുന്നത് ക്ഷീണം അകറ്റാൻ നല്ലതാണ്. 3, തേയിലപ്പൊടി വെച്ച് കെട്ടിയാൽ മുറിവ് ഉണങ്ങുന്നതാണ്. 4, 3-4 ഗ്രാമ്പൂ വറുത്ത് പൊടിച്ച് ചേർത്ത ചായയിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് സേവിച്ചാൽ അത്യാർത്തവത്തിനും ആർത്തവ വേദനയ്ക്ക് ശമനം കിട്ടും. അത്യാർത്തവത്തിന് മുക്കുറ്റി കൊടുക്കുന്ന രീതിയുണ്ട്. അത് കൊടുക്കുമ്പോഴും ഈ കൂടെ കടുപ്പം കുറഞ്ഞ ചായ ചേർക്കുന്നത് നല്ലതാണ്. 5, യാത്രക്കിടയിൽ നമുക്ക് പരിചിതമല്ലാത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദരപ്രശ്നങ്ങൾക്ക് ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, തക്കോലം മുതലായവ ചേർത്ത കട്ടൻ ചായ കുടിച്ചാൽ ശമനമുണ്ടാകുന്നതാണ്. 6, കട്ടൻ ചായയിൽ ഗ്രാമ്പുവോ ജാതിപത്രിയോ ചേർത്ത് കഴിച്ചാൽ ശ്വാസം മുട്ടലിന് ശമനം കിട്ടും. 7, തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തേയിലയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ നേരം 2-3 തുള്ളി നാരങ്ങ നീരും ചേർത്ത് ദിവസം 1 നേരം വീതം കുടിച്ചു കഴിഞ്ഞാൽ രക്തദൂഷ്യവും അതുമൂലമുള്ള ദേഹം ചൊറിച്ചിലും മാറുന്നതാണ്. കണ്ണിൽ പിളയടിയുന്നത് ശമിക്കുന്നതാണ്. ഉറക്കത്തിൽ വായിൽ നിന്ന് വെള്ളമൊലിക്കുന്നതും ശമിക്കുന്നതാണ്. പക്ഷേ ഇത് വൈകിട്ട് 4 മണി ചായയായിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂലരോഗങ്ങൾക്കും വേരിക്കോസിനും അതിനുള്ള ഔഷധങ്ങളോടൊപ്പം ഈ തുളസി ചായ ഉപയോഗിച്ചാൽ ഔഷധ ഗുണം വർദ്ധിച്ചു കിട്ടുന്നതാണ്. 8, തേയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കല്ലുപ്പ് ചേർത്ത് കവിൾ കൊണ്ട് കഴിഞ്ഞാൽ തൊണ്ടയിലെ അണുബാധയ്ക്ക് നല്ലതാണ്. അത് ഒരു ദിവസം പല പ്രാവശ്യം ചെയ്യണം. 9, തേയില വെള്ളത്തിൽ കുരുമുളക് പൊടിയിട്ട് തിളപ്പിച്ച് ചെറു ചൂടിൽ വായിക്കൊണ്ടാൽ തൊണ്ടനീര്, തൊണ്ട ചൊറിച്ചിൽ എന്നിവ മാറിക്കിട്ടുന്നതാണ്. 10, വയറിൽ ഗ്യാസ് ഉണ്ടായി വയറുവീർപ്പും അസ്വസ്ഥതയും ഉണ്ടാകുമ്പോൾ ഒരു ഗ്രീൻ ടീ കുടിച്ചാൽ ആശ്വാസം ലഭിക്കുന്നതാണ്. 11, ആഹാരശേഷം പുതിനയും ചെറുനാരങ്ങ നീരും ചേർത്ത കടുപ്പം കുറഞ്ഞ ചായ കുടിച്ചാൽ ദഹനം വർദ്ധിച്ചു കിട്ടുന്നതാണ്. 12, തണുപ്പ് കാലത്ത് ചായ കുടിച്ചാൽ തണുപ്പ് കൊണ്ടുണ്ടാകുന്ന ചുമ, അലർജി, തുമ്മൽ എന്നിവയ്ക്ക് ശമനം ഉണ്ടാകും. അത് ഒഴിവാക്കുകയും ചെയ്യാം. 13, പാലും നെയ്യും ചേർത്ത ചായ പിത്താധിക്യമുള്ളവർക്ക് നല്ലതാണ്. ചായ വെറുതെ പിത്താധിക്യമുള്ളവർ കഴിച്ചാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. 14, തണുത്ത ചായയിൽ തേൻ ചേർത്ത് സേവിച്ചാൽ കഫം ശമിക്കുന്നതാണ്. 15, ഗ്രീൻ ടീ തേൻ ചേർത്ത് കുടിച്ചാൽ കൊളസ്ട്രോളിനെ ശമിപ്പിക്കുകയും അതുകൊണ്ട് ഹൃദയാഘാതത്തെ തടയുകയും ചെയ്യാം. 16, കോട്ടൺ തുണി കത്തിച്ച ചാരം തേയിലനീരോ ചായയോ ചേർത്ത് അരച്ചിട്ട് കഴിഞ്ഞാൽ മുറിവുകൾ പെട്ടെന്ന് കരിയുന്നതായിരിക്കും. 17, കാൽവിരലിന്റെ ഇട ചൊറിഞ്ഞു പൊട്ടി പഴുക്കുന്നതിന് ചായ കുടിക്കുന്നത് നല്ലതാണ്. 18, ക്രിയാറ്റിൻ വർദ്ധിച്ചാൽ 1 സ്പൂൺ തേയിലപ്പൊടി 4 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 2 ഗ്ലാസ് ആക്കി ചുരുക്കി അതിൻ്റെ അകത്ത് 50 മില്ലി വീതം ദിവസം 4 നേരം കുടിക്കുക.
ക്രിയാറ്റിൻ കുറയുന്നതാണ്. 19 ടെൻഷനോ ഭയമോ ഉണ്ടായാൽ മലമൂത്ര ശങ്കയും തലവേദനയും ഒക്കെ ഉണ്ടാകാനായിട്ട് ചിലർക്ക് സാധ്യതയുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നവർക്ക് ചായ കുടിച്ചാൽ ടെൻഷനും അതുമൂലം ഉണ്ടാകുന്ന വയറെരിച്ചിലും തലവേദനയൊക്കെ ശമിക്കുന്നതാണ്. 20 ഉഷ്ണകാലത്ത് കട്ടൻ ചായയിൽ ചെറുനാരങ്ങ ചേർത്ത് കുടിച്ചാൽ ശരീരത്തിൽ ചൂട് പൊന്തൽ ഇല്ലാതാകുന്നതും ശരീരത്തിന് ഉന്മേഷവും കുളിർമയും ലഭിക്കുന്നതുമാണ്. 21 ഹൃദ്രോഗികൾ തേയിലച്ചായ കുടിക്കുന്നത് നല്ലതാണെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നുണ്ട്. 22 ടാനിൻ വയറുകടിക്ക് കാരണമായ സൂക്ഷ്മാണുവിനെ നശിപ്പിക്കും, അതിനാൽ ചായ രക്താതിസാരത്തിന് നല്ലതാണ്. 23 അകാല നരയ്ക്ക് നല്ല കടും കട്ടൻ ചായ കുറുക്കി കട്ടിയാക്കി അത് തലയിൽ പുരട്ടി 1 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ തേച്ച് പിടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് സോപ്പ് ഉപയോഗിക്കാതെ കുളിച്ചു കഴിഞ്ഞാൽ മുടിക്ക് ഒരു ചെറിയ കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും. 24 1 ഗ്ലാസ് ചൂട് കട്ടൻ ചായയിൽ 1 ഗ്രാമ്പു ചേർത്ത് രാവിലെ കഴിച്ചാൽ പല്ലുവേദന, മോണരോഗം, വായനാറ്റം തുടങ്ങിയ പല രോഗങ്ങൾക്കും ശമനം കിട്ടുന്നതാണ്. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. ചായ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ചൈനയിലാണെന്നാണ് പറയപ്പെടുക. ചൈനയിൽ നിന്നാണ് തേയില ലോകമെമ്പാടും വ്യാപിച്ചത് എന്ന് പറയപ്പെടുന്നു. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ തേയില കൊണ്ടുവന്നത്. 1700 ബോസ്റ്റൺ ടീ പാർട്ടി വളരെ പ്രസിദ്ധമാണ്. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ അമേരിക്കൻ ജനത പ്രതികരിച്ചത് ഇന്ത്യയിൽ നിന്നും എത്തിയ തേയിലപ്പെട്ടികൾ നശിപ്പിച്ചുകൊണ്ടാണ്. ഹോങ്കോങ്ങിലെ റിറ്റ്സ് കൾട്ടൺ ആണ് ഏറ്റവും ചിലവേറിയ സായാഹ്ന ചായ ലഭിക്കുന്ന സ്ഥലം. കൃഷി വിവരങ്ങളെ നോക്കാം. തേയിലച്ചെടി ഉയർന്ന പ്രദേശങ്ങളിൽ, അതായത് ഹൈറേഞ്ച് പ്രദേശങ്ങളിലെ മലഞ്ചെരുവുകളിലാണ് കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. കൊണ്ടൂർ രേഖയ്ക്ക് സമാന്തരമായാണ് നമ്മുടെ നാട്ടിലെ തേയിലച്ചെടികൾ നടുന്നത്. ഇതിനെയാണ് കൊണ്ടൂർ നടിയിൽ അഥവാ കൊണ്ടൂർ പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വിസ്തീർണം സ്ഥലത്ത് പരമാവധി ചെടികൾ നടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏക്കറിൽ 3000-ഓളം എന്നുള്ളതാണ് കണക്ക്. ഇതിനു പുറമെ ഈ രീതി മണ്ണൊലിപ്പിനെയും ഫലപ്രദമായി തടയുന്നുണ്ട്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തേയിലച്ചെടിക്ക് ദോഷമായതിനാൽ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാറുണ്ട്. സാധാരണ നടുന്നത് സിൽവർ ഓക്ക് മരങ്ങളാണ്. തേയിലച്ചെടി സ്വാഭാവിക സാഹചര്യങ്ങളിൽ മരമായി വളരുന്നതിനാൽ അതിന് ഇടയ്ക്കിടയ്ക്ക് കമ്പുകൾ മുറിച്ച് ചെറുതാക്കി നിർത്തേണ്ടതുണ്ട്. ഇതിന് കവാത്ത് നടത്തുക എന്നാണ് പറയുക. ഇതിനുപയോഗിക്കുന്ന കത്തിക്ക് കവാത്ത് കത്തി എന്നാണ് പറയുക. തേയിലച്ചെടി ഒരിക്കൽ നട്ടുകഴിഞ്ഞാൽ 100 മുതൽ 150 വർഷം വരെ ആദായം ലഭിക്കുന്നതാണ്. ഒരു ചെടി നട്ടാൽ അതിൽ നിന്നും വിളവ് ലഭിക്കുന്നതിന് 3 മുതൽ 9 വർഷം വരെ എടുക്കാറുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ തേയിലത്തോട്ടങ്ങൾ പെട്ടെന്ന് വിളവ് നൽകുമെങ്കിലും അവിടെ നിന്ന് ലഭിക്കുന്ന തേയില ഗുണനിലവാരം കുറഞ്ഞതായിരിക്കും. തേയിലച്ചെടിയുടെ കൂമ്പും 2 തളിരിലകളും മാത്രമാണ് ചായപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിള്ളാൻ പറ്റുകയുള്ളൂ. തേയില സംസ്കരണം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. തേയില സംസ്കരണത്തിന് 6 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഉണക്കലാണ്. നുള്ളിയെടുത്ത ഇലകളെ തട്ടുകളിൽ ഒരേ കനത്തിൽ നിരത്തിയിട്ട് അതിൽ ഈർപ്പം പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ റോളിംഗ് അഥവാ ചതക്കലാണ്. ഉണക്കിയെടുത്ത തേയില ഒരു റോളറിലൂടെ കടത്തിവിട്ട് ചതച്ചെടുക്കുന്നു. ഇതിലൂടെ ഇല കഷ്ണങ്ങളാകുന്നതോടൊപ്പം തന്നെ ഇലയ്ക്കകത്തെ ചാറ് പുറത്തേക്ക് എത്തുന്നു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റോൾ ബ്രേക്കിംഗ് ആണ്. ചതച്ചെടുത്തു വരുന്ന ഇലകൾ കമ്പിവലയ്ക്ക് മുകളിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ വലിപ്പം കുറഞ്ഞ ഇല കഷ്ണങ്ങൾ താഴേക്ക് വീഴുകയും മിച്ചം വരുന്ന ഇലകളെ വീണ്ടും ചതയ്ക്കുന്ന റോളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. നാലാമത്തേത് പുളിപ്പിക്കൽ അഥവാ ഫെർമെന്റേഷൻ ആണ്. ചതച്ചെടുത്ത ഇലകളെ തണുത്തതും ഈർപ്പമുള്ളതുമായ മുറിയിൽ കോൺക്രീറ്റ് തട്ടുകൾക്ക് മുകളിൽ വിതറിയിടുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഫെർമെന്റേഷൻ നടക്കുന്നത്. പച്ച നിറത്തിലുള്ള ഇലകൾ ഇതോടെ ഉപഭോക്താക്കൾക്ക് പരിചിതമായ കറുത്ത നിറമായി മാറും. അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫയറിംഗ് ആണ്. നിശ്ചിത കാലയളവിന് ശേഷം ഇലകളെ ഒരു ഓട്ടോമാറ്റിക് ടീ ഡ്രയറിലൂടെ കടത്തിവിടുന്നു. അവിടെ ചുടുകാറ്റ് ഉപയോഗിച്ച് ഇലകളെ ഉണക്കുകയും അതോടൊപ്പം പുളിക്കൽ പ്രക്രിയ അവസാനിപ്പിക്കുകയും ചെയ്യും. അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. എങ്കിലാണ് അതിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നശിച്ചുപോയി എന്നൊക്കെ വരും. ആറാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തരംതിരിക്കലാണ്. ഇലയുടെ വലിപ്പം അനുസരിച്ച് തേയിലയെ പലതായി തരംതിരിക്കുന്ന പ്രക്രിയയാണ്. തേയിലയുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തേയില ഉഷ്ണവീര്യവും കഷായ രസവും ഉള്ളതാകിയാൽ ഫിഷർ, ഫിസ്റ്റുല, പൈൽസ്, മലബന്ധം എന്നിവ ഉള്ളവർ കഴിവതും തേയില ഒഴിവാക്കുന്നതാണ് നല്ലത്. പിത്തരോഗികൾ ചായ ഒഴിവാക്കുന്നതാണ് നല്ലത്. പാർശ്വഫലങ്ങളെ നോക്കാം. തേയില പതിവായി ഉപയോഗിക്കുന്നവർ അതിൽ അഡിക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. തേയില അധികമായി ഉപയോഗിച്ചാൽ ഉമ്മത്തിനെ പോലെ മസിലുകളെ ചുരുക്കാനുള്ള വിഷവീര്യം തേയിലയ്ക്ക് ഉണ്ട്. രാസവസ്തുക്കൾ ചേർന്ന് തേയില ഉപയോഗിച്ചാൽ
വിശപ്പില്ലാതാവുകയും ശരീരത്തിലെ ഓജസ് നശിക്കുകയും ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. കൂടുതലായി ചായ കുടിച്ചാൽ അൾസറും മറ്റു വയറുരോഗങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. ചായ അധികം കഴിച്ചാൽ ശരീരത്തിന് അയൺ ആഗീകരണം ചെയ്യാനുള്ള കഴിവ് കുറയാൻ സാധ്യതയുണ്ട്. വാതാധിക്യമുള്ളവർ ചായ കുടിച്ചാൽ ദഹനക്കേടും ഗ്യാസ് ട്രബിളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മായത്തെ നോക്കാം. പെയിന്റ് നിർമ്മാതാക്കൾ ഉപയോഗിച്ചിരുന്ന കശുവണ്ടിപ്പരിപ്പിന് പുറമേയുള്ള തൊലി, അതായത് ഹസ്ക് എന്ന് പറയും, അത് വറുത്തു പൊടിച്ച് ഇന്ന് തേയില പൊടിയിൽ ചേർക്കുന്നുണ്ട്. ഇത് തേയിലയ്ക്ക് നല്ല നിറവും കടുപ്പവും ഉണ്ടാവും, പക്ഷേ ഇത് രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. തേയിലച്ചെടികൾ കീടബാധ ഏൽക്കാതിരിക്കാൻ നിരന്തരം കീടനാശിനികൾ സ്പ്രേ ചെയ്യാറുണ്ട്. നിരോധിച്ച കീടനാശിനികൾ പോലും അതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വിപണിയിൽ ലഭിക്കുന്ന എല്ലാ തേയിലയിലും ധാരാളം കീടനാശിനിയുടെ അംശം അടങ്ങിയിട്ടുണ്ട്. അത് കൂടുതലായി നമുക്ക് അപകടകരമാണ്. നിറവും മണവും ലഭിക്കാൻ ചില രാസവസ്തുക്കൾ ചായപ്പൊടിയിൽ ചേർക്കുന്നുണ്ട്. തേയിലയുടെ രുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മായങ്ങളാണ് തേയിലയെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.